ഹലോ ഗൈസ്, അനിയും നന്ദുവും തമ്മിലുള്ള പ്രണയം ഞെട്ടലോട് തിരിച്ചറിയുകയാണ് നവീൻ. രാകേഷ് പറഞ്ഞിട്ടാണ് സത്യങ്ങളൊക്കെ നവീൻ അറിയുന്നത്. അനിയെ അന്വേഷിച്ച് നവീൻ എത്തുന്നത് രാകേഷിന്റെ വിഘ്നേഷിന്റെ അടുത്തോട്ടാണ്. അവിടെ ചെന്ന് അനിയെ തിരക്കുന്ന സമയത്താണ് രാകേഷ് വിഘ്നേഷും പറയുന്നത് അവരെവിടെയെങ്കിലും കറങ്ങാൻ പോയി കാണുമെന്ന്. ആ സമയത്തും നവീന് പ്രത്യേകിച്ചൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. എന്നാൽ കൂടെ അവരുടെ കാര്യം പറഞ്ഞ് രാകേഷും വിഘ്നേഷും തമാശിച്ച് ചിരിക്കുകയാണ്. അവര് രണ്ടുപേരെയും ചേർത്ത് ഇതുപോലൊക്കെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്ന കണ്ടപ്പോ നവീൻ അത്ര അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ. കാരണം നവീൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണല്ലോ നന്ദു. അങ്ങനെ അതിന് നവീൻ ദേഷ്യപ്പെടുന്ന സമയത്താണ് രാകേഷ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് കേട്ട് താൻ അനിയോട് പറഞ്ഞതെല്ലാം ആലോചിച്ച് ആകെ നാണക്കേടായി നിൽക്കേണ്ടി വരികയാണ് നവീന്. പക്ഷെ നവീൻ മറ്റൊരു കാര്യം ചിന്തിക്കുന്നുണ്ട് കേട്ടോ, തന്നെ അനി ചതിക്കുമായിരുന്നു എന്നുള്ളത്. കാരണം തന്റെ പ്രണയം ആദ്യമേ അനിയോടാണ് തുറന്നു പറയുന്നത്. എന്നാൽ അനി അപ്പോഴെങ്കിലും പറയണ്ടേ തനിക്ക് നന്ദുവിന് തന്നെ ഇഷ്ടമാണെന്നുള്ളത്. അങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പാടെ തന്നെ അവൻ എന്നോട് പറയണായിരുന്നു. ഇല്ലാതെ എന്നെ ഇട്ട് കോമാളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമായിരുന്നു അനി. ഞാൻ ചെയ്ത ഉപകാരത്തിന് അവൻ എനിക്ക് തിരിച്ചുപകാരം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് സ്വയം തന്നെ കുറ്റപ്പെടുത്താണ് നവീന്. ഓക്കെ, ഈ ഒരു എപ്പിസോഡിന്റെ ഡീറ്റെയിൽ എപ്പിസോഡാണ് നമ്മളിപ്പോ പറയാൻ വേണ്ടി പോകുന്നത്. ഇനി എന്തായിരിക്കും നവീൻ ചെയ്യാൻ പോകുന്നത്? എന്തായാലും നേരെ തന്നെ അനിയുടെ അടുത്തോട്ടാണ് കേട്ടോ നവീൻ ചെല്ലുന്നത്. അവിടെ വെച്ച് എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയണ്ടേ? അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് വാച്ച് ചെയ്തു. അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തെ തന്നെ കാണിക്കുന്നത് നവീനെയാണ്. അനിക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? അനി നന്ദുവിനോട് കാര്യം പറഞ്ഞോന്നൊക്കെ അറിയാലോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇതും പറഞ്ഞ് എപ്പോഴും അവനെ വിളിക്കുന്നുണ്ട്. അവനിങ്ങനെ ബുദ്ധിമുട്ടാക്കണ്ട. അപ്പോഴാണ് നവീന്റെ അമ്മ പത്മ അങ്ങോട്ട് വരുന്നത്. എന്നെ കണ്ടപ്പോ എന്തിനാ ഫോൺ കട്ട് ചെയ്തത്? ഓ, ഇപ്പൊ ഞാനറിയാത്ത പല ബന്ധങ്ങളും നിനക്കുണ്ടല്ലോ. അവളായിരിക്കും നിന്റെ പ്രണയിനി. ചേ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എന്തിനാടാ നീ ഫോൺ കട്ട് ചെയ്തത്? അല്ലായിരുന്നെങ്കിൽ ഞാൻ വരുമ്പോ നിനക്ക് ഫോൺ കട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? ഷോ അമ്മ, നീ ഒന്നും പറയണ്ട, എനിക്കറിയാം. ഇതേ അവള് തന്നെയാണ് നിങ്ങളൊക്കെ കൂടി എന്നെ പറ്റിക്കുക. നവീൻ, നീ അമ്മ പറഞ്ഞതോർത്തോ. ഞാൻ പറഞ്ഞ പോലെയുള്ള പെൺകുട്ടികളെ ഈ പടിക്കകത്തോട്ട് കയറ്റില്ല. അങ്ങനെ വല്ല മോഹവും മോന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. അമ്മയുടെ കാലയില്ല ഇപ്പോ ഒരുപാട് മാറിക്കഴിഞ്ഞു. അമ്മ അതിനനുസരിച്ച് മാറണം. അമ്മയുടെ ചിന്താഗതിയൊക്കെ മാറ്റാനായി അല്ലേടാ? അമ്മേ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പോഴുള്ള ജനറേഷനിലെ കുട്ടികള് ഇപ്പോഴത്തെ രീതിയിലായിരിക്കും ചിന്തിക്കുക. അമ്മ ഇപ്പോഴും ഒരു കുടുംബിനിയായ പെൺകുട്ടിയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നോക്കി നിന്നാ എനിക്ക് ഈ ജന്മം പെണ്ണ് കിട്ടില്ല. എന്നാലേ നീ കണ്ടുപിടിക്കേണ്ട, അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിക്കും. എന്താ, നീ അതിന് റെഡിയാണോ? പിന്നെ നിന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ അങ്ങ് മറന്നേക്കണം. പിന്നെ ഞാൻ ചിലതൊക്കെ അറിയുന്നുണ്ട്. മൊത്തത്തിൽ പാട്ടാണ്. ആ നന്ദുവായിട്ടുള്ള കറക്കം അത്ര നല്ലതൊന്നുമല്ല. അത് നിർത്തിയേക്കണം. 2 ദിവസം മുമ്പേ നിന്നെ ഒട്ടിച്ചേർന്ന് അവളെ എങ്ങോട്ടോ പറക്കുന്നുണ്ടെന്ന് ഓരോരുത്തർ പറഞ്ഞ് ഞാൻ കേട്ടു. ഛേ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ചിന്താഗതി ഒരുപാട് മാറാനുണ്ടെന്ന്. മോനെ, നിന്നെ ഒരു വക്കീലാക്കുന്നതിലെ ഈ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ എന്റെ അച്ഛനെ നിർബന്ധം കൊണ്ടാ നിന്നെ വക്കീലാക്കിയത്. അതിപ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നി എനിക്ക്. അമ്മ എന്തിനാ എന്റെ ജോലിയെ വരെ വെറുക്കുന്നത്? ഞാൻ അതിന് മാത്രം എന്താ ചെയ്തത്? ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ എന്റെ കാമുകിക്ക് വിളിച്ചെന്ന് പറഞ്ഞല്ലേ അമ്മ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നാ പിന്നെ ഞാൻ ആരാ വിളിച്ചെന്ന് നോക്ക്. ദാ കണ്ടോ, ഞാൻ അനിക്കാണ് വിളിച്ചത്. അനി ഫോൺ എടുത്തില്ല. അവൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും. കുറച്ചു കഴിഞ്ഞാൽ തിരിച്ചവൻ ഇങ്ങോട്ട് വിളിക്കും. ആർക്ക് വിളിച്ചാലും കൊള്ളാം, പക്ഷേ ആ നന്ദുവായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തിക്കൊള്ളണം. അവള് വലിയ പോലീസുകാരിയൊക്കെ ആയിരിക്കും, പക്ഷേ അവൾ ഒരു തറവാടിത്തമുള്ള പെണ്ണല്ല. ഒരു റൗഡിയെ പോലുള്ള പെണ്ണാ. അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താടാ ഞാൻ പറഞ്ഞാല്? ദേ, നീ വക്കീലായെന്ന് കരുതിയിട്ടെ എന്റെ അടുത്ത് ആ വക്കീൽ ചിട്ടയൊന്നും എടുക്കാൻ നിൽക്കണ്ട. അതൊക്കെ നിന്റെ കോടതിയിൽ മതി. ഇത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. പത്മേ, നീ ഏത് സമയം ഇപ്പൊ നവീനായിട്ട് വഴക്കാണല്ലോ. അച്ഛൻ തന്നെ പറ, എത്രയെന്ന് വെച്ചിട്ടാ ഇവനോട് ഞാൻ കല്യാണക്കാര്യം പറയുന്നത്? പ്രായം എത്ര ആയെന്ന് ഇവന്റെ വിചാരം? ഇപ്പോഴും ഏതോ ഒരുത്തിയെ മനസ്സിലിട്ടോണ്ട് നടക്കുക. എനിക്കറിയാം എനിക്കിഷ്ടപ്പെടാത്ത ഏതോ ഒരു പെൺകുട്ടിയാണ് ഇവൻ നോക്കി വെച്ചതെന്ന്. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അവളെ ഞാൻ ഈ പടിക്കകത്തോട്ട് കയറ്റില്ല. ഇതും പറഞ്ഞോണ്ട് പത്മ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ നവീനെ, നിന്റെ അമ്മയുടെ ഷാട്ടി നീ കണ്ടില്ലേ? അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ട് നിനക്ക് സ്വസ്ഥതയിൽ ജീവിക്കാൻ പറ്റില്ല. മുത്തശ്ശൻ തന്നെ പറ, ഞാൻ എന്ത് വേണം? എനിക്കറിയില്ല മോനെ. നിന്റെ മനസ്സിനെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നോ ആ കുട്ടിയെ എങ്ങനെ മറക്കാൻ പറയണമെന്നോ എനിക്കറിയില്ല. പക്ഷേ പത്മയെ സങ്കടപ്പെടുത്താനും എന്നെ കൊണ്ടാവില്ല. അപ്പോ മുത്തശ്ശനും പറഞ്ഞു വരുന്നത് ഞാൻ ആ പെൺകുട്ടിയെ മറക്കണം എന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പത്മ വിചാരിച്ച പോലെ ഒരു പെൺകുട്ടിയാക്കി നിന്റെ പെണ്ണിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നീ ഒന്ന് നോക്ക്. ഇതും പറഞ്ഞോണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ആകെ സങ്കടപ്പെട്ടോണ്ട് നിൽക്കുന്ന നവീനെയാണ് കാണിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനം എടുക്കണം. അതിന് നന്ദു സത്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റൂ. ഈ അനിയാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അവൻ ഇനി എവിടെ പോയേ ആവോ? എന്തായാലും ഒന്ന് അന്വേഷിക്കാം. ഇത് നടക്കേണ്ടത് എന്റെ ആവശ്യമായി പോയില്ലേ? ഇതും പറഞ്ഞോണ്ട് നവീൻ നേരെ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങുക കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നന്ദുവിനെയാണ് കേട്ടോ. നന്ദുവിന്റെ ഫോണിലേക്ക് അനിയുടെ കോള് വരുന്നുണ്ട്. അപ്പൊ തന്നെ നന്ദു ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ അനി, പറയടാ. നന്ദു, നീ ഇപ്പൊ ഫ്രീ ആണോ? ഫ്രീ ആണോന്ന് ചോദിച്ചാ ഫ്രീ ആക്കാം.
എന്നാ എനിക്ക് നിന്നെ ഒന്ന് കണ്ടേ പറ്റൂ. ശരി. അല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? പറയാനുണ്ട്. എങ്കിൽ പിന്നെ എവിടേക്കാ വരണ്ടേന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വന്നോളാം. ശരി നന്ദു. ഇതും പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നവീനെയാണ്. നവീന് ബുള്ളറ്റില് പല സ്ഥലത്തായി ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നുണ്ട് അനിയെ. ആ സമയത്താണ് കരിക്ക് കുടിച്ചോണ്ടിരിക്കുന്ന രാകേഷിനെയും വിഘ്നേഷിനെയും കാണുന്നത്. അത് രാകേഷ് വിഘ്നേഷും അല്ലേ? ഇവന്മാർക്ക് ചിലപ്പോ അറിയാൻ മതിയായിരിക്കും അനി എവിടെയാണെന്ന്. ഇതും പറഞ്ഞുകൊണ്ട് ബൈക്ക് എടുത്ത് നേരെ അവരുടെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഹലോ. ആഹാ, ഇതാര്? നവീനോ? എടാ നോക്കടാ, നവീന്. ആഹാ, നവീനെ, അവൻ വല്ല കേസ് വാദിച്ചു വരുന്ന വഴിയായിരിക്കും. ഒരു കരിക്കെടുക്കട്ടെ? ഏയ് വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടാ വരുന്നത്. ഓ, അപ്പൊ കോടതി നല്ല വരുന്നത്? ഏയ് അല്ല. അനിയെ കണ്ടിരുന്നു നിങ്ങള്? അനിയെയോ? അവന് വൈകിട്ട് കൂടാന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അവൻ എന്താ പണിന്ന് അറിയില്ല. അപ്പൊ വിഘ്നേഷ് പറയുന്നുണ്ട് കേട്ടോ. എടാ, നീ എന്തോന്ന് ഈ പറയുന്നത്? അവനെ ഓഫീസിലൊന്നും ആയിരിക്കില്ല, നന്ദുവിന്റെ കൂടെ കറങ്ങി നടക്കുന്നുണ്ടാവും. ആ കാര്യം സംശയിക്കാതിരിക്കാൻ വയ്യ. അവനിപ്പോ ഏത് സമയം നന്ദുവിന്റെ കൂടെയാ. ഇത് കേട്ടപ്പോ തന്നെ നവീൻ അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. അപ്പൊ നവീൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരാണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തലാണോ? ഇവനിത് എന്തൊക്കെയോ പറയുന്നത്? എന്റെ പൊന്ന് നവീനെ, അവര് ചിലപ്പോ വല്ല ഗാർഡനിലും കാണും. അവർക്ക് തനിച്ച് ഒരുപാട് സംസാരിക്കാൻ ഉണ്ടാവില്ലേ? അതാ ഞാൻ പറഞ്ഞത്. എന്ത് സംസാരിക്കാനാ? നമ്മള് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വഴിയോരത്തൊക്കെ നിന്നല്ലേ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ വല്ല റെസ്റ്റോറന്റിലും പോവും, ഫുഡ് കഴിച്ചോണ്ട് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതല്ലേ പതിവ്. ഇതെന്തിനാ ഗാർഡനിലൊക്കെ പ്രൈവസിക്ക് വേണ്ടി പോകുന്നത്? ഷോ, ഇവനെ പോലൊരു മണ്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വിഘ്നേഷേ. അല്ല, നവീന്റെ ഉള്ളിൽ ഏതോ ഒരു പെൺകുട്ടി കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളത് അനി ഞങ്ങളോട് പറഞ്ഞിരുന്നു. ആ പെണ്ണ് ഏതാ? അതൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഏതാ പെണ്ണെന്നാ ചോദിച്ചത്? അത് പിന്നെ അത് പറയാനായിട്ടില്ലടാ. ഞാനതൊന്ന് കൺഫേം ആക്കട്ടെ, എന്നിട്ട് പറയാം. എന്ത് കൺഫേം ആക്കാൻ? അപ്പോ നീ നിന്റെ പ്രണയം പറഞ്ഞില്ലേ? വൺ സൈഡ് ലവാ? ഇപ്പൊ വൺ സൈഡ് ലവാ. ഞാൻ പറഞ്ഞില്ല. പറഞ്ഞ ആ കുട്ടി എങ്ങനെ പ്രതികരിക്കുന്നു അറിയില്ല. ആഹാ, അത് ശരി. അപ്പൊ നിന്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞിട്ടേ ഇല്ലേ? ഏയ് ഇല്ല. പക്ഷെ എനിക്ക് ഇന്നെങ്കിലും അവളോട് തുറന്നു പറയണം. എന്നാ പിന്നെ തുറന്നു പറ. ഇല്ലെങ്കിലേ അനിയുടെ അവസ്ഥ തന്നെയായിരിക്കും നിനക്കും. എന്ത്? അതിന് അനി ആരെങ്കിലും മുൻപ് സ്നേഹിച്ചിരുന്നോ? അത് ശരി. അനിയുടെ അടുത്ത കൂട്ടുകാരനായിട്ട് അനി ഒന്നും നവീനോട് പറഞ്ഞിരുന്നില്ലേ? ഇല്ല, അവനവന്റെ പ്രണയത്തെക്കുറിച്ച് ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഓ, അത് ശരി. വെറുതെ അല്ല വിഘ്നേഷേ നവീൻ ഒന്നും മനസ്സിലാവാത്തത്. അതെ. എടാ, നിങ്ങൾ എന്താ പറയുന്നത്? എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലേ അത് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറ. അല്ല, അനിയൊരു പെൺകുട്ടിയെ പ്രണയിച്ചെന്ന് പറഞ്ഞില്ലേ? അത് ഏത് പെൺകുട്ടിയാ? നമുക്കറിയാവുന്ന ആരെങ്കിലാണോ? അതെ. അതാരാ? നമുക്ക് അറിയാവുന്ന ഒരാള്, നമ്മുടെയൊക്കെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന ആളാ. അതിപ്പോ ആരാ? എന്റെ നവീനെ, നീ എന്തിനാ കൂടുതൽ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? നമ്മുടെ കൂട്ടത്തിൽ ഒരു പെൺപുലിയല്ലേ ഉള്ളത്? ആ സമയത്ത് ഒരു ഞെട്ടലോടെ നവീനാണെങ്കിൽ രാകേഷിന്റെ മുഖത്തോട്ട് നോക്കാനിട്ടോ. അപ്പൊ രാകേഷ് പറയുന്നുണ്ട്, എടാ നവീനെ, നിനക്കിപ്പോഴും മനസ്സിലായില്ലേ? നമ്മുടെ നന്ദുവും അനിയും തമ്മിൽ പ്രണയത്തിലാ. എന്ത്? നന്ദു അനിയും തമ്മിൽ പ്രണയത്തിലാണെന്നോ? അതെ. നവീനൊന്നും അറിഞ്ഞില്ലല്ലോ, അതാ ഇത്ര ഷോക്ക്. പക്ഷെ അവര് തമ്മിലെ നല്ല ജോഡികളാ. ഒന്ന് നോക്കിയേ, നല്ല ചേർച്ചയാ അവര്. ഇത് കേട്ടപ്പോ നവീന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നവീൻ പറയുന്നുണ്ട്, എന്ത് ചേർച്ച? അവര് തമ്മിൽ എന്ത് ചേർച്ചയാ? അത് ശരി, ഇതൊന്നും ഞങ്ങള് തീരുമാനിച്ചതല്ല, അവര് തന്നെ തീരുമാനിച്ചതാ. അവര് തമ്മിൽ നല്ല ചേർച്ചയാ അല്ലേ രാകേഷേ? പിന്നെ നീ ഇതൊന്നും പറഞ്ഞ അനിയുടെ അടുത്തേക്ക് ചെന്നേക്കല്ലേ നവീനെ? അനിക്ക് നന്ദ എന്ന് വെച്ച ജീവനാണ്. ഇത് കേട്ടപ്പോ തന്നെ നവീന് വീണ്ടും കൂടെ ദേഷ്യം തോന്നുകയാണ് കേട്ടോ. നിർത്ത്. നീ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ അനിക്ക് നന്ദുവിന് വലിയ ജീവനാണെന്ന്. എന്നിട്ടാണോ അവൻ നന്ദുവിന് കഴുത്തി താലി കെട്ടാതെ മറ്റൊരുത്തിയെ താലി കെട്ടിയത്? അതൊക്കെ വലിയ കഥയാ എന്റെ നവീനെ. അതൊക്കെ നിനക്കും അറിയാവുന്നതാണല്ലോ. പിന്നെന്തിനാ ഞങ്ങള് പറയേണ്ട ആവശ്യം? അല്ല, അവര് തമ്മിൽ നല്ല ചേർച്ചയാന്ന് പറഞ്ഞതിന് നവീൻ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? അത് വേറൊന്നുമല്ല, നവീനെ നന്ദുവിന് വീട്ടുകാരായിട്ട് നല്ല കണക്ഷനാ. അപ്പൊ പിന്നെ നവീന് നന്ദുവിനൊരു ബ്രദർ അല്ലേ? ഓ, അങ്ങനെ പറ. നവീനെ, നിന്റെ അടുത്ത കൂട്ടുകാരനല്ലേ അനി? അപ്പൊ നീ അനിയെ സപ്പോർട്ട് ചെയ്യില്ലേ വേണ്ടത്? പിന്നെ നീ നേരത്തെ പറഞ്ഞല്ലോ നന്ദുവിന് ആദ്യം താലി കെട്ടാതെ പിന്നെ എന്തുകൊണ്ട് അനാമികയുടെ കഴുത്തി താലി കെട്ടിയെന്ന്. അതൊക്കെ വലിയ കഥയാ. നന്ദുവിനോട് സ്വന്തം പ്രണയം തുറന്ന് പറഞ്ഞതാനി. പക്ഷേ നന്ദു അത് ആ സമയത്ത് എതിർത്തു. അതുകൊണ്ടാ നമ്മുടെ അനിക്ക് അങ്ങനെ ഒരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടേണ്ടി വന്നത്. അതിൽ ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട്. ആ സമയത്ത് നവീൻ മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാം അവനോട് തുറന്നു പറഞ്ഞിട്ടും അവൻ ഒരിക്കൽ പോലും അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം എന്നോട് തുറന്നു പറഞ്ഞില്ല. എന്നെ അവനൊരു കോമാളിയാക്കുമായിരുന്നു. അവന് ഞാൻ ചെയ്തു കൊടുത്ത ഉപകാരത്തിന് പ്രത്യുപകാരം തന്നതായിരിക്കും ഇത്. നവീനെ, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ശരി. അല്ല, നവീന് പ്രണയിക്കുന്ന പെൺകുട്ടിയോട് ഇനി പ്രണയം തുറന്നു പറയാൻ പോകുന്നില്ലേ? ഇനി പറഞ്ഞിട്ട് എന്തിനാ? അപ്പൊ നേരത്തെ അല്ലേ പറഞ്ഞത് നീ അവളോട് പ്രണയം തുറന്നു പറയാൻ പോവാണെന്ന്? പറ്റുമെങ്കിൽ പറയണം. പറ്റുമെങ്കിലെന്നല്ല, ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും നിന്റെ പ്രണയത്തിന് വേണ്ടി ചെയ്യും. പിന്നെ അനിയാരായാലോ അനിക്ക് നീ ഒരു സഹായം ചെയ്തതല്ലേ, അതിന് പകരമായിട്ട് നിന്റെ പെണ്ണിനെ എന്തായാലും അവ സെറ്റാക്കി തരാതിരിക്കില്ല. ശരിയടാ, നമുക്ക് പിന്നെ കാണാം. നീ പോവാണോ? പോയിട്ട് കുറച്ച് തിരക്കുണ്ട്.
ശരി. വൈകിട്ട് അനിയും നന്ദു ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് അവിടെ വെച്ച് കൂടാം. ഞാൻ നോക്കട്ടെ, എനിക്ക് കേസിനെ കുറിച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കില്ല. പറ്റുമെങ്കിൽ നോക്ക്. ശരി. ഇതും പറഞ്ഞുകൊണ്ട് നവീൻ അവിടുന്ന് പോവാണ് കേട്ടോ. നവീൻ കാറിൽ കയറി കുത്തിരുന്നിട്ട് ആകെ ഡെസ്പായിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്നാലും ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടും അവൻ എന്നെ ചതിച്ചില്ലേ? എന്നോട് അവൻ ഈ ചതി ചെയ്തില്ലേ? അവന് നന്ദുവിന് ഇഷ്ടമായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. പകരം അവൻ എന്നെ കളിപ്പിച്ച് കോമാളിയാക്കുമായിരുന്നു. അല്ലേനും എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാ. കുഞ്ഞുനാൾ മുതലേ ആർക്കൊക്കെ ഞാൻ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ എന്നെ തിരിഞ്ഞു കൊത്തിയിട്ടേ ഉള്ളൂ. നവീന് ആരെയും വിഷമിപ്പിക്കാൻ അറിയില്ല. പക്ഷെ എല്ലാവരും എന്നോട് മാത്രം എന്താ ഇങ്ങനെ? ഇതും പറഞ്ഞോണ്ട് ദേഷ്യം പിടിച്ചിട്ട് നവീൻ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അനിയുടെ ഫോൺ കോൾ വരുന്നത്. അനിയുടെ ഫോൺ കണ്ടപ്പോ തന്നെ നവീന് മൊത്തത്തിൽ അങ്ങ് ദേഷ്യം വരാൻ കേട്ടോ. എന്നാലും നവീൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ നവീനെ, നീ നേരത്തെ വിളിച്ചിരുന്നു അല്ലേ? ഞാൻ അല്പം തിരക്കിലായിപ്പോയി, കണ്ടില്ലടാ. എങ്ങനെ കാണാനാ? എന്റെ കോള് വരുന്നത് നോക്കി നിൽക്കുമായിരിക്കും, എടുക്കാതിരിക്കാൻ വല്ല വകുപ്പുണ്ടോന്ന് നോക്കിയിട്ട്. എന്ത്? നീ എന്താ നവീനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, അനിയുടെ തലയിൽ എടുത്താ പൊങ്ങാത്ത ഭാരമാണല്ലോ ഞാനിപ്പോ ഇറക്കി തന്നേക്കുന്നത്. പ്രത്യേകിച്ച് ആദർശേട്ടന് എല്ലാ ഭാരവും നിന്റെ തലയിലേറ്റി തന്നതിന് ശേഷം ഞാൻ എന്റെ വലിയൊരു ഭാരം നിന്റെ തലയിൽ ഇറക്കി വെച്ചില്ലേ? അത് പിന്നെ എടാ, എനിക്ക് കുറച്ച് സാവകാശം. ഇനി സാവകാശത്തിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്താ നവീനെ, നീ നന്ദുവിനോട് പ്രണയം തുറന്നു പറയാൻ പോവാണോ? അതാലോചിച്ച് നീ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഞാൻ തുറന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിന്നോടും കൂടി ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും. എനിക്ക് നിന്നെ ഒന്ന് കണ്ടേ പറ്റൂ. അതിനെന്താ, ഞാനിവിടെ ജംഗ്ഷനിലുണ്ട്, നീ ഇങ്ങോട്ട് വന്നാൽ മതി. ശരി, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ശരി നവീനെ. ഇതും പറഞ്ഞുകൊണ്ട് നവീൻ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. ആ സമയത്ത് അനി ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് കരുതുന്നുണ്ട്. അയ്യോ, ഇനി ഇവനെങ്ങാനും നന്ദുവിനോട് ഡയറക്റ്റായിട്ട് പ്രണയം തുറന്നു പറയോ? അങ്ങനെയാണെങ്കിൽ നന്ദു അവന്റെ പ്രണയം അക്സെപ്റ്റ് ചെയ്യോ? ഇനിയൊരു പക്ഷേ അവൻ നന്ദുവിന്റെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിക്കാനായിരിക്കോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടുകാർക്ക് പൂർണ്ണ സമ്മതമായിരിക്കും. ആ കല്യാണം നടന്നാ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ആ റെയിൽവേ ട്രാക്കുമൊക്കെ കയറി ജീവൻ ഒടുക്കാൻ ശ്രമിച്ചന്ന് എന്തിനാ നന്ദു എന്നെ പിടിച്ചു വലിച്ചത്? അന്നത്തോടു കൂടി എന്റെ ജീവിതം അവസാനിക്കുമായിരുന്നു. അപ്പോഴാണ് അനിയുടെ ഫോണിലോട്ട് നന്ദു വിളിക്കുന്നത്. പക്ഷെ ആ ഫോൺ കോൾ കണ്ടിട്ടും അനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴാണ് നവീൻ അങ്ങോട്ട് വരുന്നത്. നവീന്റെ വരവ് കണ്ടിട്ട് അനിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. എന്നാ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നവീൻ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അനിയുടെ അടുത്തോട്ട് വരുന്നത്. നവീന്റെ മുഖം കണ്ടിട്ട് ആകെ പേടിയാവുകയാണ് അനിക്ക്. നല്ല ദേഷ്യം മടക്കി പിടിച്ച് അനിയെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ട് നവീന്. ഇത് കണ്ട അനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അനി ചോദിക്കുന്നുണ്ട്, നവീനെ എന്തിനാ കാണുന്നെന്ന് പറഞ്ഞത്? ഇത്ര പെട്ടെന്ന് അറിയാൻ ധൃതിയായോ? അതല്ല, എനിക്ക് ഓഫീസിൽ പോയിട്ട് വല്ല തിരക്കും ഉണ്ടായിരിക്കും, അതല്ല അനി പറയാൻ വരുന്നത്. അയ്യോ അങ്ങനെയല്ല, നവീൻ എന്തെങ്കിലും പറയാനോടേക്ക് പറഞ്ഞോ, അത് ഞാൻ കേൾക്കാം. എനിക്ക് വേണ്ടി നിന്റെ വലിയ തിരക്കൊന്ന് മാറ്റിവെച്ച് സമയം കളയണ്ട. അതെന്താ നവീനെ നീ അങ്ങനെ പറയുന്നത്? അല്ല, ഞാൻ എന്റെ പ്രണയം അനിയോട് തുറന്നു പറയുന്നത് വരെ അനിക്ക് യാതൊരു ഭാവമാറ്റവും ഇല്ലായിരുന്നു. അത്രയ്ക്കും സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ എനിക്ക് എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഞാൻ പെൺകുട്ടി ചെയ്തെന്ന് പറഞ്ഞത് മുതൽ എനിക്ക് ആകെ ഒരു വെപ്രാളമാണ്. എനിക്കോ? നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് പിന്നെ നവീന് തോന്നുന്നതായിരിക്കും, അങ്ങനെയൊന്നുമില്ല. പിന്നെ നന്ദുവിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാ, അവളങ്ങനെ പെട്ടെന്ന് പിടിതരുന്ന കൂട്ടത്തിലല്ല, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അനി ഇത്രയും വൈകിക്കുന്നത്. അപ്പോ ഇതുവരെ അനി എന്റെ പ്രണയം നന്ദുവിനോട് തുറന്നു പറഞ്ഞില്ല. അത് ഞാൻ പറഞ്ഞല്ലോ നവീൻ. നിർത്ത്, ഇതുവരെ നിനക്ക് പറയാൻ പറ്റിയില്ലല്ലോ, ഇനി നീ പറയണ്ട. അതെന്താ? ഞാൻ പറഞ്ഞോളാം, എനിക്ക് കുറച്ചുകൂടി സാവകാശം വേണമെന്നായിരിക്കും. അതൊന്നും നടക്കില്ല. ഇനി ഞാൻ തന്നെ പോയി പറയാൻ പോവാ. നന്ദുവിന് വീട്ടിൽ പോയി പറഞ്ഞാലോ എന്ന ഉദ്ദേശം. നന്ദു എന്തായാലും എന്നെ പോലെ ഒരാൾ ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ നന്ദുവിന്റെ വീട്ടിലെ കാര്യം ഒന്ന് അവതരിപ്പിക്കണം. ഞാൻ അങ്ങോട്ടാ നേരെ പോകുന്നത്. അങ്ങോട്ടോ? അല്ല, ആദ്യമേ അങ്ങനെ ഒരു എടുത്തുചാട്ടം വേണോ? നന്ദുവിനോട് ചോദിച്ചിട്ടൊക്കെ പോരെ? അത് വേണ്ട. ഇനിയിപ്പൊ പറയാം, ഇന്ന് പറയാം, നാളെ പറയാന്നൊക്കെ പറഞ്ഞ് നീ ദിവസം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവില്ലേ? അതിൽ എനിക്ക് നോക്കിയിട്ട് ഒരു അർത്ഥം കാണാനില്ല. പിന്നെ എന്റെ അമ്മയില്ലേ, അമ്മയാണെങ്കിൽ ഒരേ വാശിയിലാ. ദൂരെ പോലെയുള്ള പെൺകുട്ടികളൊന്നും വീട്ടിനകത്തോട്ട് കയറ്റില്ലെന്നും പറഞ്ഞ് അതിലെന്തെങ്കിലും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. അതിനുവേണ്ടി നന്ദുവിന് വീട്ടിൽ പോയേ പറ്റൂ. അനി എന്നോട് ക്ഷമിക്ക്, ഞാനെന്തായാലും നന്ദുവിന്റെ വീട്ടിലേക്ക് പോകാൻ പുറപ്പെടുക. അയ്യോ നവീൻ നിക്ക്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് തന്നെ നന്ദുവിനെ വിളിച്ച് കാര്യം പറയാം. നീ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ഇത് ഞാനായില്ലേ, ഇനി നീ അത് വിട്ടേക്ക്. അയ്യോ അത് വേണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് നന്ദുവിനെ വിളിച്ച് കാര്യം പറയാം. അത് ഇനി വേണോ? നീ ഇന്ന് പറയൂ. ഞാൻ പറയാം. നീ എന്തായാലും അവളുടെ വീട്ടിലോട്ട് ഇപ്പൊ പോകണ്ട, ഞാൻ പറഞ്ഞിട്ട് വിളിക്കാം. ശരി, എന്നാ പിന്നെ ഇന്നത്തെ ഒരു ദിവസം കൂടി ഞാൻ അനിക്ക് തരാം. നീ ഇന്നത്തെ ദിവസം കൊണ്ട് നന്ദുവിനെ കൊണ്ട് യെസ് പറയിപ്പിക്കേ. പിന്നെ പോസിറ്റീവ് ആയിരിക്കണം കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കും. ശരി, ഞാൻ നന്ദുവിനോട് ചോദിക്കാം. അല്ലെങ്കിൽ വേണ്ട,
എടോ താനത് വിട്ടേക്ക്. ഞാൻ എന്തായാലും നന്ദുവിന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ഇനിയിപ്പോ എന്തായാലും അത് നടക്കട്ടെ. അയ്യോ അത് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ചോദിക്കാന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, എന്റെ മുന്നിൽ വെച്ചിട്ട് നന്ദുവിനെ വിളിക്ക്. നന്ദു എന്താ പറയുന്നതെന്ന് എനിക്കും കേൾക്കാലോ. അയ്യോ അത് വേണോ? വിളിക്കുന്നേ. അവൾ എന്റെ പ്രണയം പെട്ടെന്ന് നിരസിക്കുമില്ലേന്ന് അറിയാലോ. ആദ്യം നീ ഒന്ന് വിളിക്ക്. ഞാൻ തനിച്ച് വിളിച്ചോളാം. അതിന്റെ ഇടയ്ക്ക് ഇപ്പം നവീൻ വരുന്നത് ശരിയല്ലല്ലോ. ഞാൻ വിളിച്ചിട്ട് നിന്നോട് പറയാം. അതൊന്നും പറ്റില്ല. ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് എനിക്ക് വിളിക്കാൻ പറ്റുമോ? അത് പിന്നെ അത് വേണോ? വേണം. എന്താ നിനക്ക് മടിയുണ്ടോ വിളിക്കാൻ? അയ്യോ അത് അങ്ങനെയല്ല. പെട്ടെന്നെങ്ങാനും നന്ദു നിരസിച്ചു കഴിഞ്ഞാൽ നവീൻ അത് വലിയ ഷോക്കായിരിക്കില്ലേ? അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഇതിലും വലിയ കേസിലൊക്കെ വിജയിച്ച ആളാ ഞാൻ. അതുകൊണ്ടേ എനിക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരില്ല. നീ അവളെ വിളിച്ച് ചോദിക്ക്. അങ്ങനെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന അനിയെ കണ്ടിട്ട് നവീന് ദേഷ്യം വരാനിട്ടോ. എന്താ വിളിക്കുന്നില്ലേ? അത് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിലേ കഷ്ടപ്പെട്ട് നീ വിളിക്കണമെന്നില്ല. നിനക്ക് അവളെ വിളിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അല്ലേ? ഇനി അഥവാ എന്റെ മുന്നിൽ നിന്ന് ലൗഡ് സ്പീക്കർ ഇട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും അബദ്ധം പറയുമെന്ന് പേടിയുണ്ടോ? അതെന്താ നവീൻ അങ്ങനെ പറഞ്ഞത്? എന്നെ കോമാളിയാക്കിയിട്ട് നിനക്ക് മതിയായോ? എന്ത് കോമാളിയാക്കിയെന്നോ? നവീൻ എന്താ ഈ പറയുന്നത്? മതി. നീ ആരെ ഈ പറ്റിക്കാൻ പോകുന്നത്? എന്നെയാണോ? നിനക്ക് നന്ദുവിന്റെ ഇടയിലുള്ള ഇഷ്ടം ഞാൻ അറിയില്ലെന്ന് കരുതിയോ? ഇതൊക്കെ ആരാ നവീനോട് പറഞ്ഞത്? ആരെങ്കിലും പറയട്ടെ. എന്നാലും നിനക്ക് ഞാൻ ചെയ്ത ഉപകാരത്തിന് നീ എനിക്ക് തിരിച്ചു തന്ന ഉപകാരമില്ലേ ഇത്? എന്നെ ദിവസേന കോമാളിയാക്കി കൂടിയിരുന്നു. അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല നവീനെ. നിർത്ത്. നീ ഇനി കൂടുതൽ കള്ളങ്ങളൊക്കെ ഉണ്ടാക്കി പറയണ്ട. നീയും നന്ദും കൂടി എന്നെ നന്നായിട്ട് പറ്റിച്ചു അല്ലേ? കൊള്ളാം. ഏതായാലും എടാ അനി, ഞാൻ നിന്നോട് എല്ലാം തുറന്നു പറയാറില്ലേ? എന്നിട്ടും ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രണയം എന്നോട് തുറന്നു പറയാതെ എന്നെ പന്ത് തട്ടുന്ന പോലെ തട്ടി. കൊള്ളാടാ. ഏതായാലും ഞാൻ തന്ന ഉപകാരത്തിന് നീ എനിക്ക് തിരിച്ചു തന്നതാ ഇതൊക്കെ. ഞാനായിട്ട് ഇനി നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരിടങ്കോലിടാൻ വരുന്നില്ല. നവീനെ പണ്ട് മുതൽ ആരെയും ചതിച്ചിട്ടില്ല. എല്ലാവരെയും പരമാവധി സഹായിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അവരിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയത് എപ്പോഴും ഇങ്ങനെ തന്നെയാ. അതുകൊണ്ട് എനിക്കിത് ആദ്യമായിട്ടൊന്നുമല്ല. നവീൻ, ഞാൻ പറയുന്നത് നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. നീ ഇനിയും പറയുന്നത് പച്ച കള്ളങ്ങളായിരിക്കും. അതും കേട്ട് നിന്റെ കൂടെ ഞാൻ വിശ്വസിച്ച് നിൽക്കണമായിരിക്കും. അതിന് വേറെ ആളെ നോക്കിയാൽ മതി. ഇനി നീയും നന്ദുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ നിന്റെ കേസിന്റെ കാര്യം, അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നെ വെറുമൊരു കോമാളിയാക്കി തട്ടിക്കളിച്ചതല്ലേ? അതെന്തായാലും ഈ നവീന്റെ മനസ്സിൽ നിന്ന് മാറാൻ പോകുന്നില്ല. അതാ നീ ഓർത്താൻ നല്ലതായിരിക്കും. നവീൻ, ഞാൻ പറയുന്നത് നീ ഇനി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? നീ ഈ പോലീസ് സ്റ്റേഷനിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അവളെ കാണാനായിരിക്കും അല്ലേ? ആ സമയത്താണ് കേട്ടോ നന്ദുവിന്റെ വണ്ടി അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ടപ്പോ തന്നെ നവീൻ പറയുന്നുണ്ട്, വന്നല്ലോ കാമുകി. ഇനി നിങ്ങൾ തമ്മിൽ അയക്കോ? ഞാനായിട്ടൊരു സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. ഇതും പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോവാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ടാണ് നന്ദു അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അനിയുടെ അടുത്തോട്ടാണ് നടക്കുന്നത്. അനി, എന്താ നവീനേട്ടൻ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് പോയത്? അത് പിന്നെ എന്താ അനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പ്രശ്നം? എന്നാലും നവീനേട്ടൻ എന്നെ കാണുമ്പോൾ ഒന്നും പറയാതെ പോവാറില്ലല്ലോ. ഇതിപ്പോ എന്താണാവോ നവീനേട്ടന് പറ്റിയത്? എന്താ നവീനേട്ടൻ എന്തെങ്കിലും പറ്റിയാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, ഞാൻ ചോദിക്കാം, നവീനേട്ടൻ എന്തെങ്കിലും പറ്റിയാ നിനക്ക് കുഴപ്പമുണ്ടോന്ന്. അനി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അവൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ നീ അവന്റെ കൂടെ അങ്ങ് പോവോ? നവീനേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന് പറയേ? അയ്യേ, അതൊരിക്കലും ഉണ്ടാവില്ല. നവീനേട്ടൻ എനിക്ക് എപ്പോഴും ഒരു ഏട്ടനെ പോലെയാ. നീ ആളുകളൊക്കെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കറക്റ്റായിട്ടെല്ലാം അറിയാൻ മതിയോ? ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവീനാണ് കേട്ടോ. നവീൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ വീട്ടിനകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. നവീൻ ഒന്ന് നിന്നേ. എന്താ മുത്തശ്ശ, എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? ഏയ്, എനിക്കെന്ത് പ്രശ്നം? അല്ല, പോയ കാര്യം എന്തായി? നിന്റെ പ്രണയം ആ പെൺകുട്ടിയോട് തുറന്നു പറഞ്ഞോ? ഇല്ല മുത്തശ്ശ, അതിനെനിക്ക് പറ്റിയില്ല. ശരി, അതൊക്കെ നിന്റെ സമയം പോലെ എന്താന്ന് വെച്ച് ചെയ്യ്. ഞാൻ പറഞ്ഞല്ലോ, പത്മക്ക് അനുയോജ്യമായൊരു പെൺകുട്ടിയെ കണ്ടെത്തണം. ഇനിയിപ്പം ഞാനായിട്ട് കണ്ടെത്തുന്നില്ല, അമ്മ തന്നെ കാണിച്ചിരുന്ന പെൺകുട്ടിയെ താലി കെട്ടാം. നിന്റെ ഈ തീരുമാനത്തെ ഞാൻ ഒരിക്കലും എതിർക്കില്ല. അങ്ങനെയാണ് നിനക്കിപ്പോൾ താല്പര്യമെങ്കിൽ എന്നാ പിന്നെ അങ്ങനെ തന്നെ പോവാം. പിന്നെ കുറച്ചു മുൻപ് മൂർത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു ഡിവോഴ്സിന്റെ കാര്യം പറയാൻ. അനിയുടെ ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും പേപ്പറോ കാര്യമോ മറ്റോ റെഡിയാക്കാനുണ്ടെങ്കിൽ അനിയെ വിളിച്ചോളാൻ പറഞ്ഞു. പിന്നെ നിനക്ക് നല്ലൊരു തുക തരാന്ന് മൂർത്തി ഓഫർ ചെയ്തിട്ടുണ്ട്. നല്ല തുക? മൂർത്തിയുടെ കാര്യമല്ലേ, അനിയുടെ കാര്യം നീ നല്ല വൃത്തിയാക്കി ചെയ്തു കൊടുക്കണം കേട്ടോ. അനി 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 മുത്തശ്ശന് എപ്പോഴും അനിയെക്കുറിച്ച് പറയാനുള്ളൂ. അവന്റെ കാര്യം 3/4 ഭാഗം ഞാൻ ശരിയാക്കി കൊടുത്തില്ലേ? ഇനി 1/4 ഭാഗമല്ലേ, അത് വേറെ ആരോടെങ്കിലും വാദിക്കാൻ പറ. എന്താ നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് നവീൻ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ കൃത്യമായി ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ഇപ്പൊ എന്തു പറ്റി? മുത്തശ്ശ,
ഇനി എനിക്ക് അവന്റെ കേസ് ഏറ്റെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടേ നിങ്ങൾ വേറെ ആരെങ്കിലും വെക്കാൻ പറ. അവസാന നിമിഷം നീ കൈയൊഴിയാണോ നവീൻ? അതെ, മുത്തശ്ശൻ അങ്ങനെ കൂട്ടിക്കോ. മുത്തശ്ശൻ പറഞ്ഞ പോലെ ഇന്ന് വരെ ഞാൻ എന്തും ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് മുത്തശ്ശനെ ധിക്കരിക്കേണ്ടി വരും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പത്മ വരുന്നത്. നവീൻ, നീ എന്താ മുത്തശ്ശനോട് കയർത്ത് സംസാരിക്കുന്നത്? ഞാൻ ആരോടും കയർത്ത് സംസാരിച്ചിട്ടില്ല. എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി അമ്മക്ക് വല്ലതും അറിയണോ? എടാ, നീ ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുണ്ടല്ലോ. പത്മേ, വേണ്ട. അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. നവീൻ, മോൻ പോയിട്ട് റെസ്റ്റ് എടുക്ക്. അങ്ങനെ നവീൻ അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ പത്മ പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ അവന് വിട്ടത്? അവനെല്ലാം കുറച്ച് കൂടുന്നുണ്ട്. പത്മേ, അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് ഒതുങ്ങി തീരട്ടെ. ഒന്ന് ശാന്തമായ നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാം. എന്നാലും അച്ഛാ, ഇന്ന് വരെ അച്ഛന്റെ മുന്നിൽ അവൻ ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടില്ല. ഇന്നിപ്പോ അതുമായി. എല്ലാം അവന്റെ പുതിയ കൂട്ടുകെട്ടുകാരനായിരിക്കും. ആ നന്ദു ഒക്കെ ആണല്ലോ ഇപ്പത്തെ പുതിയ കൂട്ടുകെട്ടുകാരി. നീ എന്തിന് ഏത് സമയം ആ നന്ദുവിനെ ഓരോന്ന് പറയുന്നത്? പിന്നെ പറയണ്ടേ, അവളുമായിട്ടൊക്കെ ഇപ്പൊ ഇവന് കൂട്ടുകെട്ട്. എന്റെ അച്ഛ, 2 ദിവസം മുമ്പ് എന്റെ ഒരു കൂട്ടുകാരി അവന്റെ ബൈക്കിൽ ഒട്ടിച്ചേർന്ന് പോകുന്ന അവളെ കണ്ടു. അവളത് പറഞ്ഞപ്പോ എനിക്ക് നാണക്കേടായിപ്പോയി. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെയാ. അവരൊന്നും മറ്റു ഉദ്ദേശങ്ങളൊന്നും മനസ്സിൽ വെച്ച് നടക്കുന്നവരായിരിക്കില്ല. പറയാൻ പറ്റില്ല. കനകയുടെ സ്വഭാവം അറിയില്ലേ? അവളെ പണക്കാരെ വീട്ടിലോട്ട് മക്കളെ കെട്ടിച്ചയക്കാനുള്ള ദുരുദ്ദേശത്തോടെ നടക്കുക. അതുകൊണ്ട് അവൾ അങ്ങനെയുള്ള വളഞ്ഞ വഴികളൊക്കെ സ്വീകരിക്കും. പത്മേ, നിർത്ത്. ഇത്തരം സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. ഓക്കെ, ഇതോടുകൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. എന്തായാലും നവീൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കിഡ്ലൈൻ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.